നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അവരുമായി ബന്ധപ്പെട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ PSC എപ്പോഴും ചോദ്യങ്ങളായിട്ട് മിക്ക എക്സാമുകൾക്കകത്തും ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കേരളത്തിലെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന പോർഷനകത്ത് നമ്മൾ ഇതിന്റെ ഒരു തുടക്കവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് 1957 ഏപ്രിൽ 1 ക്യാബിനറ്റ് നിയമസഭ അധികാരത്തിലേക്ക് വരുന്നത്. ഫസ്റ്റ് അസംബ്ലി 1957 ഏപ്രിൽ 1 വരുന്നതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് ഏപ്രിൽ മാസം 5 ആദ്യത്തെ മന്ത്രിസഭ അഥവാ ക്യാബിനറ്റ് നിലവിൽ വരുന്നതെന്നും 27 ഫസ്റ്റ് യോഗം കൂടുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം കേരളത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നമുക്കറിയാം, തുടർച്ചയായി ഭരിക്കുന്ന അളവ് വളരെ കുറവാണ്. ഇപ്പൊ LDF എന്നും UDF എന്നും രണ്ട് മുന്നണികളാണ് കേരളത്തിൽ ഇതുവരെ ഭരണം നടത്തിയിട്ടുള്ളത്. അതിനകത്ത് ഓരോ ടൈമിലും LDF-ഉം UDF-ഉം മാറി മാറി വരുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ വർഷമാണ് LDF തുടർച്ചയായ ഒരു ഭരണം നേടുന്നത്, കഴിഞ്ഞ വർഷമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പൊതുവിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കേരളത്തെ കാണുന്നത്. 1957 ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. 1956 നവംബർ മാസം 1 കേരളം രൂപീകരിച്ചതിന് ശേഷം 1957 ഫെബ്രുവരി മാസം മുതൽ മാർച്ച് മാസം വരെ നീണ്ടുനിന്ന ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ് കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തി 1957 ഏപ്രിൽ 1 ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിലവിൽ വരുന്നത് 1957 ഏപ്രിൽ 1 1957 ഏപ്രിൽ 5 ഫസ്റ്റ് ക്യാബിനറ്റ് നിലവിൽ വരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഏപ്രിൽ 27 ഫസ്റ്റ് മീറ്റിംഗ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് 1957 ഏപ്രിൽ 27. അതിനകത്ത് കേരളത്തില് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നത് 114 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. നിലവിൽ അത് 140 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത് 114 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ ഈ നിയമസഭയിൽ 127 മെമ്പർമാരുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 126 പേരെ തെരഞ്ഞെടുക്കുകയും, പക്ഷെ ഓർക്കണം 114 സ്ഥലങ്ങളേ ഉള്ളൂ, 114 മണ്ഡലങ്ങളേ ഉള്ളൂ. പക്ഷെ 127 MLA-മാരുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 11 മണ്ഡലങ്ങൾക്ക് അവിടെ 2 MLA-മാർ വീതം ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നത് 2 MLA-മാർ വീതമായിരുന്നു. അവിടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ, ലോങ് ഏരിയ ആയതുകൊണ്ട് തന്നെ 2 MLA-മാർ വീതം ഉണ്ടായിരുന്നു. അങ്ങനെ 114 മണ്ഡലങ്ങളിൽ നിന്നും 126 പേരെ തെരഞ്ഞെടുക്കുകയും ഒരാളെ നോമിനേറ്റ് ചെയ്യുകയുമാണ് ആദ്യത്തെ അസംബ്ലിയിൽ നടന്നത് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നിലവില് 14 SC മണ്ഡലങ്ങളാണ്, 2 ST മണ്ഡലങ്ങളാണ്. നമ്മൾ ഇപ്പോഴത്തെ കണക്കാണ് ഈ പറയുന്നത്. ഓക്കെ, 14 SC മണ്ഡലങ്ങള്, 2 ST മണ്ഡലങ്ങളാണ് നിലവിൽ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ നിയമസഭ ഇലക്ഷനകത്ത് 60 സീറ്റ് ലഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. 127-ൽ 60 സീറ്റ് ലഭിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയായി കണക്കാക്കപ്പെടുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് CPI ആയിട്ടാണ് അവർ മത്സരിക്കുന്നത്. CPI ആണ് അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ, അത് CPI ആണ്. അവരാണ് അധികാരത്തിലേക്ക് വരുന്നത്. ഓക്കെ, ആദ്യത്തെ നിയമസഭയിൽ കോൺഗ്രസിന് 43 സീറ്റുകൾ ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് ആദ്യത്തെ ക്യാബിനറ്റ്. ഇന്നത്തെ ക്യാബിനറ്റില് 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഈ 11 മന്ത്രിമാരെ പറ്റിയും PSC നിരന്തരമായി ചോദിക്കാറുണ്ട്. ഇന്ന വകുപ്പ് തന്നിട്ട് ഇന്ന മന്ത്രി ആരായിരുന്നു, ഒന്നാം ക്യാബിനറ്റിലെ ഇന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. EMS ആണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. EMS-നെ സംബന്ധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും. ഓക്കെ, മറ്റു മന്ത്രിമാരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്, നമുക്ക് പഠിച്ചു തന്നെ പോകണം, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മയെ പറ്റി നമുക്കറിയാം,
ശക്തമായ ഭൂപരിഷ്കരണ നിയമമടക്കം ലാൻഡ് റിഫോം ബില്ലടക്കം കൊണ്ടുവന്ന KR ഗൗരിയമ്മയാണ് അന്നത്തെ റവന്യൂ വകുപ്പ് ഭരിച്ചിരുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് KR ഗൗരിയമ്മ പിന്നീട് വിവാഹിതയാകുന്നു. ആ വിവാഹിതയാകുന്ന ആളെന്ന് പറയുന്നത് TV തോമസ് ആണ്. ഈ TV തോമസ് ഇവിടെ മന്ത്രിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ മന്ത്രി എന്ന് പറയുന്നത് തൊഴിൽ വകുപ്പും ട്രാൻസ്പോർട്ട് വകുപ്പുമാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. റവന്യൂ വകുപ്പ് KR ഗൗരിയമ്മയാണെങ്കിൽ തൊഴിൽ വകുപ്പും ട്രാൻസ്പോർട്ട് വകുപ്പും തൊഴിലും ട്രാൻസ്പോർട്ടും കൈകാര്യം ചെയ്യുന്ന TV തോമസ് ആണ്. അദ്ദേഹമാണ് KR ഗൗരിയമ്മയെ വിവാഹം കഴിക്കുന്നത്. ഓക്കെ, പിന്നീട് ഫിനാൻസ് മിനിസ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് C. അച്യുതമേനോനാണ്. പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറുന്ന C. അച്യുതമേനോനാണ് ആ സമയത്ത് ഫിനാൻസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഫിനാൻസ് വകുപ്പിന്റെ ആദ്യത്തെ മിനിസ്റ്റർ, കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രിയായി മാറുന്നത് C. അച്യുതമേനോനാണ്. പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, C. അച്യുതമേനോനെ പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ LSGD, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇപ്പൊ നിലവിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ആദ്യത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയെ നമ്മൾ പഠിച്ചു വെക്കുക. അത് PK ചാത്തൻ മാസ്റ്റർ ആണ്. PK ചാത്തൻ മാസ്റ്റർ ആണ് ആദ്യത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഹോം മിനിസ്റ്റർ, ലോ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, അത് VR കൃഷ്ണയ്യർ ആണ്. ഒരു മന്ത്രി ആയതിനു ശേഷം സുപ്രീം കോടതി ജഡ്ജായി മാറുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ 57 ഗവൺമെന്റ് സമയത്ത് ഇവിടുത്തെ ഹോം മിനിസ്റ്ററും അതോടൊപ്പം തന്നെ നിയമമന്ത്രി കൂടിയായിരുന്നു, ലോ മിനിസ്റ്റർ കൂടിയായിരുന്നു. ഈ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് വകുപ്പ് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്: ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് മന്ത്രിയായതിനു ശേഷം സുപ്രീം കോടതിയിലെ ജഡ്ജായി മാറുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആണ്. അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുന്ന സമയത്ത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ റൂളിങ്സും അതോടൊപ്പം തന്നെ കുറെ ജഡ്ജ്മെന്റ് കൊണ്ടുവന്ന ആൾ കൂടിയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന PLA എന്നൊക്കെ പറയുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, PIL എന്ന് പറയുന്നതൊക്കെ കൊണ്ടുവരുന്നതിനകത്ത് ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ഒരു ജഡ്ജ് കൂടിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അദ്ദേഹം കേരളത്തില് ഹോം ഡിപ്പാർട്ട്മെന്റ്, ഹോം വകുപ്പും അതോടൊപ്പം തന്നെ ലോ ഡിപ്പാർട്ട്മെന്റ്, ലോ മിനിസ്ട്രിയും കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രി കൂടിയായിരുന്നു. ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷകൻ, ഒരു എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലായത് എഡ്യൂക്കേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മിനിസ്റ്റർ. അദ്ദേഹം നന്നായി നിരൂപണങ്ങളൊക്കെ എഴുതുന്ന, നന്നായി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, ഹെൽത്ത് മിനിസ്റ്റർ നോക്കുക. AR മേനോനാണ്. ഡോക്ടർ AR മേനോനാണ്. ഡോക്ടർ AR മേനോനാണ് കേരളത്തിലായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ. പഠിച്ചു വെക്കാൻ എളുപ്പമുണ്ട്, ഡോക്ടർ എന്നൊരു പേര് കൂടെ ഉണ്ട്. അപ്പം ഡോക്ടർ AR മേനോനാണ് കേരളത്തിന്റെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്ട്രി. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു. 57, 59 വരെയാണ് ഒന്നാമത്തെ ഗവൺമെന്റ് ഭരിക്കുന്നത്. 5 വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഗവൺമെന്റ് പുറത്തു പോകുന്നതിന് കാരണം 2 ബില്ലുകളാണ്. ഒന്ന് എഡ്യൂക്കേഷൻ ബില്ലും ലാൻഡ് റിഫോം ബില്ലും. ലാൻഡ് റിഫോം ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് എഡ്യൂക്കേഷൻ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, എന്തായിരുന്നു ബില്ലെന്നൊക്കെ ഉള്ളത്. അപ്പൊ ലാൻഡ് റിഫോം ബില്ല്, ഇന്ത്യയിൽ ലാൻഡ് റിഫോം ബില്ല് നടപ്പിലാക്കാനെ കൊണ്ട് നെഹ്റു ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ആ നെഹ്റു ഗവൺമെന്റിന്റെ ഈ സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് നെഹ്റു ഗവൺമെന്റാ. നെഹ്റു ഗവൺമെന്റ് അതാത് സ്റ്റേറ്റുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ലാൻഡ് റിഫോം നടപ്പിലാക്കണം. നെഹ്റുവിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ഐഡിയോളജിയാ. അദ്ദേഹം പറയുന്നുണ്ട്, പാവപ്പെട്ടവന്, ഭൂമി ഇല്ലാത്ത ആളുകൾക്ക്, ഭൂമി ഇല്ലാത്ത കർഷകർക്ക് നിങ്ങൾ ഒരുപാട് വസ്തു കൈവശം വെച്ചിരിക്കുന്ന ആളുകളിൽ നിന്നും വസ്തു എടുത്തിട്ട് ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ നിർത്തലാക്കണം. പാവപ്പെട്ട കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂമി ലഭ്യമാക്കണം എന്നൊക്കെ നെഹ്റു പറയുന്നുണ്ട്, ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ പഠിച്ചു വെക്കുക, ഇന്ത്യയിൽ പ്രോപ്പറായി ലാൻഡ് റിഫോം ബില്ല് നടപ്പിലാക്കിയ രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. ഒന്ന് കേരളം, ഒന്ന് വെസ്റ്റ് ബംഗാളാണ്. ഈ 2 സ്റ്റേറ്റിലേ ഉള്ളൂ പ്രോപ്പറായിട്ട് ലാൻഡ് റിഫോം ബില്ല് നടപ്പിലാക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകളേ ഉള്ളൂ. അതൊന്ന് കേരളവും ഒന്ന് വെസ്റ്റ് ബംഗാളുമാണ്. ഓക്കെ, നമ്മൾ ഈ 57, 59 സമയം ഭരിച്ചിരുന്ന EMSനെ പിരിച്ചുവിട്ട കാര്യമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് പിരിച്ചുവിടേണ്ട കാരണം എന്ന് പറയുന്നത് വിമോചന സമരം എന്ന് പറയുന്നത് സമരമാണ്. വിമോചന സമരം. എന്താണ് ഈ വിമോചന സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ സമയത്ത് കോൾഡ് വാർ നടക്കുകയാണ്. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ശീതയുദ്ധ കാലഘട്ടമാണ്. രണ്ടാം വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്ക എന്നും റഷ്യ USSR എന്ന് പറയുന്ന രണ്ട് ശക്തികൾ രൂപപ്പെടുന്നു. കുറെ രാജ്യങ്ങൾ USSRനൊപ്പം നിൽക്കുന്നു, കുറെ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നു. അപ്പം ഒരു കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും വേൾഡിൽ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഇറയാണ് നമ്മൾ കോൾഡ് വാർ ഇറ. കോൾഡ് വാറിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുറെ ക്രൈസിസ് നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മിസൈൽ ക്രൈസിസ് ഒക്കെ നടക്കുന്നുണ്ട്. ക്യൂബൻ മിസൈൽ ക്രൈസിസ്, വിയറ്റ്നാം വാർ, ഗൾഫ് വാർ ഒക്കെ നമുക്ക് ഈ പറയുന്ന USSRന്റെ തകർച്ചയോടുകൂടിയാണ് കോൾഡ് വാർ അവസാനിക്കുന്നത്. അപ്പൊ ഈ കോൾഡ് വാർ ഇറയിലാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ബാലറ്റ് പേപ്പറിലൂടെ ഒരു സ്റ്റേറ്റിനകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു സ്റ്റേറ്റിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിലവിൽ വരുന്നത്. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ സമയമാണ്. ഡയറക്റ്റ് യുദ്ധങ്ങൾ നടക്കുന്നില്ലെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളെല്ലാം ഈ പറയുന്ന കോൾഡ് വാറിലാണ് നടക്കുന്നത്. അപ്പം കേരളത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കാനെ കൊണ്ട് അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഡാനിയൽ പാട്രിക് എന്ന് പറയുന്ന ഒരാള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുക്കിനകത്ത്, ഒരു ഡാനിയൽ പാട്രിക്കിന്റെ ഒരു എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുന്നുണ്ട്. അമേരിക്കയുടെ ഇടപെടലിനെ പറ്റി, വിമോചന സമരത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ പറ്റി ഡാനിയൽ പാട്രിക് എഴുതിയ ബുക്കാണ് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, ജൂലൈ മാസം 31 1959 ജൂലൈ മാസം 31 ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നത്, ഒന്നാമത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നത്. ഓക്കെ, ഈ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ റിനേഷൻസിലൊക്കെ പഠിച്ചു. മന്നത്ത് പത്മനാഭൻ, NSSന്റെ സ്ഥാപകനായിട്ടുള്ള, നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പേര് നിർദ്ദേശിക്കുന്നത് പനമ്പള്ളി ഗോവിന്ദൻ മേനോനാണ്. പനമ്പള്ളി ഗോവിന്ദ മേനോൻ ഈ പേര് നിർദ്ദേശിക്കുന്ന ആളുടെ പേര്, വിമോചന സമരം എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്യുന്ന ആളുടെ പേര് അത് പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്നാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആള് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ എന്ന് പറയുന്ന ഒരു ജാഥ നയിച്ചു. ജീവശിഖ ജാഥ, നമ്മൾ കുറെ ജാഥകൾ പഠിക്കും. AKJ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടത്തിയിട്ടുണ്ട്, മന്നത്തി ജാഥ നടത്തിയിട്ടുണ്ട്. പിന്നെ EV രാമസ്വാമി നായ്ക്കാർ സവർണ ജാഥ നടത്തിയിട്ടുണ്ട്. കുറെ ജാഥകളൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഥയാണ് ജീവശിഖ ജാഥ. അത് എവിടം മുതൽ എവിടം വരെയാണെന്ന് പഠിച്ചു വെക്കുക. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാ. വേണം നമുക്ക് MC റോഡിൽ കൂടെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. MC റോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കേശവദാസപുരം മുതൽ അങ്കമാലിയിലുള്ള അരികുറ്റി വരെയാണ് MC റോഡ് കടന്നു പോകുന്നത്. അപ്പൊ ഈ MC റോഡിൽ കൂടെ ജാഥ നടത്തിയ ആളാണ് മന്നത്ത് പത്മനാഭൻ എന്ന് ഓർത്തിരിക്കാൻ പറ്റും. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ MC റോഡിലൂടെ ജാഥ നടത്തിയ ആളാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന NSS മന്നത്ത് പത്മനാഭന്റെ ആണ്. ഈ NSS മാത്രമല്ല, അന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങള്, ക്രിസ്ത്യൻ ട്രസ്റ്റുകള്, അവരെല്ലാം ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. കാരണം ഈ എഡ്യൂക്കേഷൻ ബില്ല് മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഈ പറയുന്ന ക്രിസ്ത്യൻ ഏറ്റവും കൂടുതലുള്ള മാനേജ്മെന്റ് സ്കൂൾ നടത്തുന്നത് ക്രിസ്ത്യൻ ട്രസ്റ്റുകളാ. അപ്പൊ ഇവരുടെയൊക്കെ അധികാരത്തെ ഈ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു ഒരു ഐഡിയ ആണ് ഈ എഡ്യൂക്കേഷൻ ബില്ലിനകത്ത് പറയുന്നത്. അതായത് എഡ്യൂക്കേഷനകത്ത് ഗവൺമെന്റിന് കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ബില്ലിനെയാണ് എഡ്യൂക്കേഷൻ ബില്ലായിട്ട് അന്ന് അവതരിപ്പിച്ചത്. ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത്, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് EMS ആണ് 2 ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് ഐഡിയ ഒന്ന് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ആയിട്ടുള്ള KR ഗൗരിയമ്മയൊക്കെ മുന്നോട്ട് വെച്ച ഐഡിയ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഫാദർ വടക്കൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിട്ടുള്ള ആള്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. അതിന്റെ പേരാണ് ക്രിസ്റ്റഫേഴ്സ്. ക്രിസ്റ്റഫേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന വെച്ച ആളുടെ പേരാണ് ഫാദർ വടക്കൻ എന്ന് പറയുന്ന ആളാണ് ക്രിസ്റ്റഫേഴ്സ് എന്ന് പറയുന്ന വിമോചന സമരത്തിൽ പങ്കെടുക്കാനെ കൊണ്ട് ഒരു ക്രിസ്തീയ സംഘടന രൂപീകരിച്ച ആളാണ് ഫാദർ വടക്കൻ. ഇതിനകത്ത് കുറെ പാർട്ടികൾ പങ്കെടുത്തു. ഈ പറയുന്ന INC പങ്കെടുത്തു, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പങ്കെടുത്തു, മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നുണ്ട്, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി പങ്കെടുക്കുന്നുണ്ട്, RSP പങ്കെടുക്കുന്നുണ്ട്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. അങ്ങനെ കുറെ പാർട്ടികളൊക്കെ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്നാമത്തെ നിയമസഭ ഏതാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒന്നാം കേരള നിയമസഭയില്
വുമൺസ് ഉണ്ടായിരുന്നു കേട്ടോ, വനിതകൾ. മന്ത്രിസഭയിലല്ല, നിയമസഭയിൽ 6 വനിതകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ ആളായിരുന്നു നമ്മുടെ ഈ പറയുന്ന ഡോക്ടർ AR മേനോൻ. നോട്ട് വെച്ചേക്കുക. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഡോക്ടർ AR മേനോൻ. അദ്ദേഹത്തെയാണ് ഹെൽത്ത് മിനിസ്റ്റർ ആക്കിയതും. അപ്പം നല്ല പ്രായമുണ്ട്, അതായത് ഡോക്ടറുമാണ്. അദ്ദേഹത്തെയാണ് കേരളത്തിന്റെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആക്കി അപ്പോയിന്റ് ചെയ്തതെന്ന് പഠിച്ചു വെക്കാൻ കഴിയും. ഓക്കെ, പ്രായമുള്ളതുകൊണ്ട് ആരോഗ്യമൊക്കെ സംരക്ഷിക്കണമല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആക്കി മാറ്റിയത്. ഓക്കെ, ഒരു ചോദ്യങ്ങൾ പഠിച്ചു വെക്കണം. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിടപ്പെട്ട മന്ത്രിസഭയാണ് EMSന്റെ മന്ത്രിസഭ. എന്താ 356? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 352, 356, 360. ഇത് മൂന്നെന്താണ്? എമർജൻസി പ്രൊവിഷൻസ് ആണ്. 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡൻഷ്യൽ റൂൾ, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, 360 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി. ഈ മൂന്നെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഈ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് കാണിച്ചുകൊണ്ട്, വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് കാണിച്ചുകൊണ്ട് പ്രസിഡന്റ് 356 ഉപയോഗിച്ച് കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടുന്നു. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ സമയത്ത് പ്രസിഡന്റ്. അദ്ദേഹം കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടുകയാണ്. ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരളം. ഓക്കെ, ആദ്യത്തെ മന്ത്രിസഭയാണ് കേരളം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ഇതിനെപ്പറ്റി പഠിക്കാനുള്ളത്. ഇനി ഓരോ മിനിസ്റ്ററിലേക്ക് വരാം. മിനിസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് നമ്മുടെ EMSനെ പറ്റിയാണ്. EMSനെ പറ്റി നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഏലംകുളത്ത് മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന EMS ആണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളെ പറ്റി നിരന്തരമായി ചോദിക്കുന്നതാണ്. അതായത് നോക്കുകയാണെന്നെങ്കിൽ അദ്ദേഹം ജനിക്കുന്നത് 1909 1909 ജൂൺ 13 അദ്ദേഹം ജനിക്കുന്നത്. അപ്പം ജനിച്ച ഡേറ്റ് നമ്മൾ പറയാൻ കാരണം, ഇതിനുശേഷം വരുന്ന മുഖ്യമന്ത്രിയുണ്ട് പട്ടം താനുള്ള. അദ്ദേഹം ജനിക്കുന്നത് 1885. കാരണം അദ്ദേഹം ജനിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്ന ഒരാളേ ഉള്ളൂ. അത് ഇതിന് ശേഷം വരുന്ന പട്ടം താണുപിള്ളയാണ്. ഇദ്ദേഹം ജനിച്ചത് 1900-ന് ശേഷമാണ് എന്നൊരു വസ്തുത മനസ്സിലാക്കാനെ കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത്. 1909 ജൂൺ മാസം 13 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടം ഓർത്തിരിക്കുക. 57 മുതൽ 59 വരെ ഭരിച്ചു. അതിനുശേഷം വീണ്ടും 67 മുഖ്യമന്ത്രിയായി വരുന്നുണ്ട്. 67 മുതൽ 69 വരെ അദ്ദേഹം ഭരിക്കുന്നുണ്ട്. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയായി 2 തവണ ആദ്യം അധികാരത്തിലേക്ക് വരുന്നത് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആര് തന്നെയാണ്? EMS നമ്പൂതിരിപ്പാട് തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ EMS എന്ന് പറയുന്ന ഫുൾ നെയിം പഠിച്ചു വെക്കുക. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ജനിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണ, ഇവിടെ ഇന്നത്തെ മലപ്പുറം ജില്ല കേട്ടോ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അന്നത് മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആര്യ അന്തർജനം എന്നാണ്. അന്തർജനം. ഇദ്ദേഹം ഈ ആര്യ അന്തർജനം എന്നൊക്കെ നമുക്ക് ആര്യ പള്ളത്തെ ഓർമ്മ വരും. ഓക്കെ, ആര്യ പള്ളത്തെ ഓർമ്മ വരും നല്ലതാണ്. കാരണം ഈ EMS നമ്പൂതിരിപ്പാട് ആദ്യമായി പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിട്ട്. VT ഭട്ടതിരിപ്പാടിന്റെ സംഘടന ഏതാ? യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത ആളാണ് EMS നമ്പൂതിരിപ്പാട്. എന്തായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യത്തോടു കൂടി
കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് യോഗക്ഷേമ സഭ. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന് പറയുന്ന നാടകമൊക്കെ വി ടി ഭട്ടതിരിപ്പാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ണീരും കിനാവ് എന്ന് പറയുന്ന ആത്മകഥ എഴുതിയ ആളാണ് വി ടി ഭട്ടതിരിപ്പാട്. അപ്പം നമ്പൂതിരിയിൽ നിന്ന് മനുഷ്യനാക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാനെ കൊണ്ട് മുന്നോട്ട് വന്ന ഒരാൾ കൂടിയാണ് ഏലംകുളത്ത് മനയ്ക്ക് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട്. അതിനുശേഷം അദ്ദേഹം സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിലാണ് പഠിക്കുന്നത്. സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ. സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിലാണ് ഇദ്ദേഹം ഇതിന്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ചെലവഴിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയിരുന്നു. കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 സ്പ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇന്തോ ചൈനീസ് വാറിനൊക്കെ ശേഷം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ഉണ്ടാവുന്ന സമയത്ത് CPIM എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, അപ്പൊ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1939 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. പിണറായിലെ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് ഈ പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കാനെ കൊണ്ട് നേതൃത്വം കൊടുത്ത ഒരാളാണ്. 64 സ്പ്ലിറ്റ് ഉണ്ടായ സമയത്ത് ആ CPIM എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ കൂടിയാണ് EMS നമ്പൂതിരിപ്പാട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഐക്യ കേരള പ്രസ്ഥാനത്തിനും നേതൃത്വം കൊടുത്ത ആളാണ് ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്, ഇദ്ദേഹം ജനിക്കുന്ന സമയത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. വിഷ്ണുദത്ത അന്തർജനം എന്നാണ് അമ്മയുടെ പേര്. അതൊന്നും PSC ചോദിച്ചിട്ടില്ല, പേരൊന്നും പഠിച്ചു വെക്കണ്ട. 4ാമത്തെ മകനായിട്ടാണ് ഈ പറയുന്ന തൂതപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴ. നമുക്കറിയാം തൂതപ്പുഴ, സൈലന്റ് വാലിയിൽ കൂടെയൊക്കെ ഒഴുകുന്ന പുഴയാണ് തൂതപ്പുഴ. ഈ തൂതപ്പുഴയുടെ തീരത്തുള്ള ഒരു മനയുണ്ട്. ഈ മനയിലാണ് എലംകുളത്ത് മന. ആ മനയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പം ആ മനയുടെ പ്രത്യേകത, അന്ന് ആ നാട്ടിലെ മുഴുവൻ ഭൂമിയും കൈയടക്കി വെക്കുന്ന ഒരു മനയാണ് ഈ പറയുന്ന എലംകുളത്ത് മന. അപ്പം അത്രത്തോളം ജന്മിത്വം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ആഠ്യത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് സഹോദരങ്ങളും മരിച്ചു പോവുകയും ഒരു സഹോദരന് കുറച്ച് ബുദ്ധിമാന്ദ്യമൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു. 5 വയസ്സുള്ളപ്പോൾ പിതാവിനെയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു ആകെ പ്രതീക്ഷയായിട്ട് EMS നമ്പൂതിരിപ്പാട് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന മുഴുവൻ സ്വത്തുക്കളും ആരുടെ പേരിലേക്ക് വരിക? EMSന്റെ പേരിലേക്ക് വരിക. അങ്ങനെ 1921 മലബാർ കലാപം ഉണ്ടാകുന്നുണ്ട്. 1921 കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് മലബാർ കലാപം. ഈ മലബാർ കലാപത്തിന്റെ സമയത്ത് ഇദ്ദേഹം ബ്രാഹ്മണനാണല്ലോ, ഇദ്ദേഹത്തിന് വീട് ഈ കലാപകാരികളൊക്കെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം താമസം മാറ്റുന്നു. താമസം ഇരിങ്ങാലക്കുടയിലേക്കാക്കുന്നു. അവസാനം ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സ്വന്തമായ ഒരു 2 സെന്റ് ഭൂമി പോലും ഇല്ലാതെ ഉള്ള ഭൂമി മുഴുവൻ ആളുകൾക്ക് ദാനം ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം മരിക്കുന്നത്. അതിന് ഇന്നും ആ EMS ജീവിച്ച വീട് ഒരു സംരക്ഷിത സ്മാരകമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനമായിട്ടൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായിട്ട് മാറി. 1934 ഇദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ട് മാറുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായിട്ട് മാറുകയും ചെയ്യുകയാണ് ഇദ്ദേഹം. അതിന്റെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്ന പദവിയിലേക്കൊക്കെ എത്തുന്നു. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 കേരളത്തിൽ ആരംഭിക്കുകയും ഇതിനുവേണ്ടി ഒരു പത്രം അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. ആ പത്രത്തിന്റെ പേരാണ് പ്രഭാതം. എന്തിനു വേണ്ടിയാണ്? 1934 ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി EMS ആരംഭിച്ച പത്രമാണ് പ്രഭാതം. വർഷം 1934. അപ്പൊ പത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരണം, പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS ആണ്. അത് ഏത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയല്ല, സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിരുന്നു പ്രഭാതം. പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെ അതിനുശേഷം പതുക്കെ അദ്ദേഹം എങ്ങോട്ടേക്ക് മാറുന്നു? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറുന്നു. അങ്ങനെ
അദ്ദേഹം ഈ പറയുന്ന CPIയുടെ സ്ഥാപക നേതാക്കന്മാരിലൊക്കെ ഒരാളായിട്ട് മാറുകയാണ്. CPM-ന്റെ സ്ഥാപക നേതാക്കന്മാരിലൊരാളായിട്ട് മാറുകയാണ്. CPM പിളർന്ന സമയത്ത്, CPI രണ്ടായിട്ട് പിളർന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന CPIM-നൊപ്പം നിൽക്കുകയും കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്നു. ഓക്കെ, അദ്ദേഹം മരിക്കുന്നതിന് വരെ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം 52-ലൊക്കെ ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കുന്നുണ്ട്. കേരള നിയമസഭയില് അദ്ദേഹം 57-ലാണ് അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നത്. 57-ല് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത്. പിടിച്ചു വെക്കുക, 57-ല് 1-ാം നിയമസഭയില് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത്. മണ്ഡലം നോട്ട് ചെയ്ത് വെക്കുക. നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം 57-ലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ഓക്കെ, നീലേശ്വരം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയില്. അങ്ങനെ ഇദ്ദേഹം 58 സമയമായപ്പോഴത്തേക്ക് ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല്, നമ്മൾ നേരത്തെ പറഞ്ഞ ലാൻഡ് റിഫോം ഓർഡിനൻസ്, എഡ്യൂക്കേഷൻ ബില്ല് എന്ന് പറയുന്ന 2 പ്രശസ്തമായ ബില്ലുകൾ കേരള നിയമസഭയിൽ അവതരിപ്പിക്കുക. ഇത് അന്നത്തെ ഗവർണർ എന്ത് ചെയ്തു? നേരെ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷന് വേണ്ടി വിട്ടു. ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നതാണ് ഗവർണർ അവർക്ക് ലഭിച്ച സ്റ്റേറ്റിൽ അവതരിപ്പിച്ച ബില്ലുകള് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടി കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 200. ഈ ആർട്ടിക്കിൾ 200 ആ ബില്ലുകൾക്കെതിരെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? 200 പ്രകാരം ഗവർണർ ഈ 2 ബില്ലുകളും പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടി കൊടുത്തു. ഈ ബില്ലുകൾ നമ്മൾ പഠിച്ചു വെക്കുക. 143 എന്ന് പറയുന്നത് ഇതൊരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. അതായത് പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംശയമുള്ള കാര്യങ്ങൾക്കകത്ത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിങ് പാനലിനോട് അഭിപ്രായം ചോദിക്കാം. അത് ആകെ നിലവിൽ 10 തവണയെ പ്രസിഡന്റ് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിലെ പ്രസിഡന്റുമാരാകെ 10 തവണ ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് ഈ ബില്ലാണ്. ഏത് ബില്ല്? നമ്മളുടെ 2 ബില്ലുകള്, ഒന്ന് എഡ്യൂക്കേഷൻ ബില്ല്, ഒന്ന് ലാൻഡ് റിഫോം ബില്ല്. ഓക്കെ, ഈ 2 ബില്ലാണ് പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 10 ബില്ലുകളിൽ ഒരു ബില്ലാണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ബില്ലും ലാൻഡ് റിഫോം ബില്ലും കേരളത്തിന്റെ. കഴിഞ്ഞ ഇടയ്ക്ക് ഏറ്റവും അവസാനമായിട്ട് കറണ്ട് അഫയർ റിലേറ്റഡ് പറയുമ്പോൾ സുപ്രീം കോടതിയോട് പ്രസിഡന്റ് വീണ്ടും 143 ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ബില്ല് അസെന്റ് ചെയ്യുന്നതിനകത്ത് സമയപരിധി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു വിവാദമായ കോൺട്രവേഴ്ഷ്യൽ ബില്ലാണ് സുപ്രീം കോടതി ഇടയ്ക്ക് ഉത്തരവിട്ടിരുന്നു. തമിഴ്നാട്ടിലെ 1-2 ബില്ലുകൾ അവിടുത്തെ ഗവർണർ ഏകദേശം 21 മാസത്തോളം വിത്ത് ചെയ്ത് വെച്ചിരുന്നു. അസെന്റ് കൊടുക്കാതെ വിത്ത് ചെയ്ത് വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഈ ബില്ലുകൾ പാസ്സായതായി സുപ്രീം കോടതി പറഞ്ഞു. ഇത് ഗവർണറിന്റെ അധികാരത്തെ ഹനിക്കുന്നതാണ്, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു ഇന്റർപ്രിട്ടൻസ് ആണെന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് നേരെ സുപ്രീം കോടതിയിൽ ചോദിച്ചിട്ടുണ്ട്. മറുപടി ഇതിൽ കൊടുത്തിട്ടില്ല. മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷയാണെന്ന് ഇരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ബില്ലിനെ പറ്റി ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ 2 ബില്ലുകളിൽ പ്രസിഡന്റ് 143 ഉപയോഗിച്ച് സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി EMSനെ സംബന്ധിച്ച് കേരള മോഡൽ എന്ന് പറയുന്ന ഒരു വികസനം മുൻപോട്ട് വെച്ച ആളാണ് EMS. കേരള മോഡൽ ഡെവലപ്മെന്റ് മുൻപോട്ട് വെച്ച ആളാണ് EMS. അപ്പം ഇദ്ദേഹമാണ് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നൊരു ഐഡിയ മുൻപോട്ട് വെക്കുകയും അത് അതിലേക്ക് എത്തിക്കാനെ കൊണ്ട് പ്രോഗ്രസീവ് മൂവ്മെന്റ് ആക്കി മാറ്റിയെടുക്കാനെ കൊണ്ട് ഈ കേരള മോഡൽ ഡെവലപ്മെന്റിനെ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റിയെടുത്ത ആളാണ് ഈ പറയുന്ന EMS. ഇദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയുമാര് തന്നെയാണ് EMS തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനെ അട്ടിമറിച്ചതിനു ശേഷം അടുത്ത മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ഇദ്ദേഹം എന്തായിട്ട് മാറുന്നു? ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നു, ഓപ്പോസിഷൻ ലീഡറായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രിമാര് തന്നെയാണ് EMS ആണ്. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രിമാര് തന്നെയാണ്
EMS ആണ്. EMSന്റെ പേര് വിളപ്പിൽശാല, തിരുവനന്തപുരത്തുള്ള വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലത്ത്, വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു EMS അക്കാഡമി നിലവിലുണ്ട്. EMS അക്കാഡമി. ഓക്കെ. ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം കേരളത്തിന്റെ ഡെവലപ്മെന്റിനകത്ത് എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പൊളിറ്റിക്കൽ കരിയർ ഒക്കെ നമ്മൾ പറഞ്ഞു, ഇദ്ദേഹം കുറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ബുക്കുകളിലൂടെ കേരളത്തിന്റെ ടൂറിസം സാധ്യതകളും കേരളത്തിന്റെ എക്കോണമിയും കേരളത്തിന്റെ ഡെവലപ്മെന്റൽ സ്ട്രക്ചറും ഒക്കെ ലോകത്തിന് വിളിച്ചു പറയാനെ കൊണ്ട് EMSന് കഴിഞ്ഞു. EMS നന്നായി സാഹിത്യ രചനകൾ നടത്തുന്ന ആളാണ്. EMS നന്നായി പഠിച്ച് ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകള് കേരളത്തിലെ ഡെവലപ്മെന്റിന് ഒരു ദിശാബോധം നൽകിയ രചനകളാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കുകൾ നിർബന്ധമായും PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. PSC എപ്പോഴും ചോദിക്കുന്ന ഒന്ന് രണ്ട് ബുക്കുകൾക്കകത്ത് EMSന്റെ ബുക്കുകൾ നേടിയിട്ടുണ്ട്. അതിനകത്തൊരു ബുക്കാണ് 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. ഈ ബുക്കിന്റെ ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം 1956 ഭരണാടിസ്ഥാനത്തില് സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസൽ അലി കമ്മീഷന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫസൽ അലി കമ്മീഷനൊക്കെ വരുന്നതിന് തൊട്ട് മുൻപ് EMS എഴുതിയ ബുക്കാണ് ഈ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ബുക്ക്. 1951 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ വരുന്നതിന് മുൻപ് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് 1952 പോറ്റി ശ്രീരാമുലു ആന്ധ്ര സ്റ്റേറ്റിന് വേണ്ടി സമരം കിടക്കുകയും അങ്ങനെ ആന്ധ്ര സ്റ്റേറ്റ് രൂപീകരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് EMS മുൻപോട്ട് വെക്കുന്നത്, ഇവിടെ 1.25 കോടി മലയാളികളുണ്ട്, ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് വേണം. അതൊരു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, യുണൈറ്റഡ് കേരള മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് EMS രചന നിർവഹിച്ച ബുക്കാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ 1.25 കോടി മലയാളികളാണ്. അത് എഴുതിയ ആളാണ് EMS നമ്പൂതിരി. ഒരു ബുക്കാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി. മറ്റൊരു കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു ബുക്കാണ്, പുള്ളി ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ബുക്കാണ് കേരള ഡേ ടുഡേ ആൻഡ് ടുമോറോ. കേരള എസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇംഗ്ലീഷിൽ എഴുതി ഭയങ്കരമായിട്ട് വേൾഡ് വൈഡ് കേരളത്തെ അറിയപ്പെട്ട, കേരളത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ഒരു ബുക്കാണ് കേരള എസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ എന്ന് പറയുന്ന ഒരു ബുക്ക്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് എ ഷോർട്ട് ഹിസ്റ്ററി എസന്റ് മൂവ്മെന്റ് ഇൻ കേരള. എസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഇങ്ങനത്തെ പേരുകൾ കേൾക്കുമ്പോൾ അത് EMSന്റെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. കേരള 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 എന്നൊക്കെ പറയുന്ന എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ്, കേരളത്തിലെ കർഷകർ നടത്തിയ കലാപങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൂവ്മെന്റുകളെ സംബന്ധിച്ചൊരു ഹിസ്റ്ററി, അങ്ങനെ ഒരു ബുക്ക് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേരളത്തെ സംബന്ധിച്ച് പുള്ളി എഴുതിയേക്കുന്ന ബുക്കുകൾ. ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് 1.25 കോടി മലയാളികള്, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഈ രണ്ട് ബുക്കുകൾ ഇദ്ദേഹത്തിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് ഐറ്റംസ് ആണ്. ഇദ്ദേഹം റഷ്യ സന്ദർശന വേളയിൽ എഴുതിയൊരു ബുക്കാണ് ബെർലിൻ ഡയറി. ബെർലിൻ ഡയറി. പിന്നെ ബുക്കുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇദ്ദേഹം നെഹ്റുവിനെ പറ്റി ബുക്ക് ചെയ്തിട്ടുണ്ട്. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം എഴുതിയതാണ്. ബെർലിൻ ഡയറി എന്ന് പറയുന്നത് അദ്ദേഹം ജർമ്മനി സന്ദർശിക്കുന്ന വേളയിൽ എഴുതിയ ബുക്കാണ് ബെർലിൻ ഡയറി എന്ന് പറയുന്നത്.
നെഹ്റുവിനെ പറ്റി അദ്ദേഹം എഴുതിയ ബുക്കാണ് നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ബുക്ക്. പിന്നെ ഒരു ബുക്കുണ്ട് വേദങ്ങളുടെ നാട്. വേദങ്ങളുടെ നാട്. അദ്ദേഹത്തിന്റെ ബുക്കുകൾ നിരന്തരമായി PSC ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിരന്തരം ബാക്കി ബുക്കുകളെല്ലാം പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് EMSനെ പറ്റി നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്.